Prayer. In the name of Allah, the most gracious, the most merciful. O Allah, bless our teacher Abarna Ma'am and all my dear friends. Fill our hearts with wisdom, patience, and kindness. O my Lord, increase our knowledge. Help us to learn with sincerity and use our knowledge for good. Amen. Sign in. Good morning, everyone. Okay, പറഞ്ഞു. Good morning, everyone. Good morning, everyone. I am Mariama. You are all welcome to our online class. I am so happy to see you together. I hope the class will be more interesting. I hope you will enjoy the class. I would like to invite Abarna ma'am to conduct today class. I also invite thought for today. Thank you all. Thought of the day. The child is both a hope and a promise to mankind. ഡോക്ടർ മരിയ മോണ്ടിസോറി. കുട്ടി മനുഷ്യരാശിക്ക് ഒരേ സമയം പ്രതീക്ഷയും വാഗ്ദാനവുമാണ്. താങ്ക് യു. Good morning, all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. ഇന്ന് വളരെ കുറവാണല്ലോ. നമ്മുടെ സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ടീച്ചിങ് പ്രാക്ടീസിന് പോയി തുടങ്ങിയോ കുട്ടികള്? ഇല്ല മാം, കേറുന്നുള്ളായിരിക്കും. ടൈം ആവുന്നുള്ളൂ തോന്നുന്നുണ്ടല്ലേ? ഇന്ന് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ ഉണ്ട് മാം. ഓക്കെ, പ്രിപ്പയർഡ് ആണോ? Yes, ma'am. ഞാൻ പേര് നിൽക്കുന്നവരുണ്ടോന്ന് നോക്കണം കേട്ടോ. ശ്രുതി, അശ്വതി, സഞ്ജന, ശ്രുതി ഉണ്ട്, അശ്വതി ഉണ്ട്, സഞ്ജന, നിഷ. സഞ്ജന അല്ല, സജന. സജ്ജനയാണോ? യെസ് മാം. സജ്ജന, ഓക്കെ. നിഷ, നസീറ, നമുക്ക് ഉള്ളവർ വെച്ച് സെമിനാർ എടുക്കാം. എന്തായാലും അത്രയും പേര് ലിസ്റ്റ് തന്നാൽ നന്നായി. ഓക്കെ, അപ്പൊ നമുക്ക് മാം എന്റേതും ഉണ്ടായിരുന്നു. അഫീന ഉണ്ടായിരുന്നോ? അഫീന വന്നുള്ളൂ. അൽഫിയ, പിന്നെ തൻസീറ വന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് സെമിനാർ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഞാൻ PDF ഷെയർ ചെയ്യണ്ടാലോ? നിങ്ങളുടെ ഇതായ രീതിയിലല്ലേ നിങ്ങൾ സെമിനാർ എടുക്കുന്നത്? യെസ് മാം, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യാം. ഫസ്റ്റ് ശ്രുതി അല്ലേ എടുക്കുന്നത്? യെസ് മാം. ശ്രുതി സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. Okay ma'am, thank you. Good morning everyone. I am Shruti Suresh. I am well. I hope you will be also well. I warmly welcome you all to our seminar on Dr. Maria Montessori. Today I am here to tell you something about an amazing woman named Maria Montessori. She changed the way all over the world learn and play. Are you ready to hear her inspiring story? But I would like to say thanks to my teacher, because who gave me a golden chance to speak in front all of you. So let's start. Okay. Maria Montessori was born on August 31st, 1870 in Italy. As a child, Maria loved to explore nature and read lots of books. She was very curious and loved learning new things, even though it was uncommon for girls at the time. Maria decided she wanted to become a doctor. Maria worked very hard and became one of the first women in Italy to graduate from medical school. She was true pioneer. നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതുപോലെ മറിയ മോണ്ടിസോറി വാസ് ദ ഫസ്റ്റ് ഇറ്റാലിയൻ ലേഡി ടു ബി ഗ്രാജുവേറ്റ് ആസ് എ ഡോക്ടർ. ഒരു സ്ത്രീ ഡോക്ടർ ആവുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമേ അല്ലായിരുന്നു. സോ മറിയ മോണ്ടിസോറി അത്രയും സ്മൂത്ത് ആയിട്ട് കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ത്രൂ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഷി ബിക്കം എ ഫസ്റ്റ് ഇറ്റാലിയൻ ലേഡി ഡോക്ടർ. അപ്പോൾ എങ്ങനെ ഡോക്ടർ ആയിരുന്ന മരിയ എങ്ങനെയാണ് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചത്?
കുറെ നാൾ മറിയ മോണ്ടിസോറി പ്രാക്ടീസിങ് ആസ് എ ഡോക്ടർ. ബട്ട് ഒരു സമയത്ത് മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി ഇതല്ല തന്റെ ഫീൽഡ്, അല്ലെങ്കിൽ തന്റെ താല്പര്യം കുറച്ചും കൂടി കുട്ടികളിലോട്ടാണ്. വൺസ് ഷീ സ്റ്റാർട്ടഡ് ട്രീറ്റിംഗ് ഇൻ ദ ചിൽഡ്രൻ, ഷീ ബിക്കം ടു നോ ദറ്റ് മറിയ കുട്ടികളോട് ഇറങ്ങി ചെല്ലാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു സമയത്താണ് ഷീ സോ എ ബിൽഡിംഗ് വർക്കേഴ്സ് ചിൽഡ്രൻ. ഒരു ബിൽഡിംഗ് വർക്ക് നടക്കുന്ന സ്ഥലത്ത് കുറെ കുട്ടികൾ അവരുടെ ടൈം വെറുതെ കളയുന്നത് മറിയ മോണ്ടിസോറി കണ്ടു. അപ്പോൾ മറിയ മോണ്ടിസോറിക്ക് തോന്നി രാവിലെ മുതൽ അവർ ടൈം ഒന്നിനും യൂസ് ചെയ്യാതെ ഒരു പ്രോഡക്റ്റീവ് വർക്കും ഇല്ലാതെ സ്പെൻഡ് ചെയ്തു പോകുന്നു. ഇങ്ങനെ ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ കുട്ടികളിൽ ടൈം ഇഫക്റ്റീവ് ആക്കി കൊടുക്കാം എന്ന് ചിന്തിച്ചപ്പോൾ മറിയ മോണ്ടിസോറി ആ കുട്ടികളെ ഗ്യാദർ ചെയ്തു. ആ പണി നടക്കുന്ന സ്ഥലത്ത് പോയിരുന്നു. അവിടെ കിടക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് ആദ്യം കുട്ടികളെ ട്രെയിൻ ചെയ്തത്. സി ഇറ്റ് ഈസ് നോട്ട് ട്രെയിനിങ്. കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് മറിയ ആക്ടിവിറ്റി ഫ്രെയിം ചെയ്തു. കുട്ടികൾ എന്താണോ ചെയ്യുന്നത്, അവരെങ്ങനെയാണോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എന്നതനുസരിച്ച് മറിയ മോണ്ടിസോറി ഒരു സിസ്റ്റം രൂപീകരിച്ച് കൊണ്ടുവരുമായിരുന്നു. ലാറ്റർ ഓൺ ദാറ്റ് ഈസ് നോൺ ആസ് ദ മോണ്ടിസോറി എഡ്യൂക്കേഷൻ സിസ്റ്റം. അങ്ങനെ മറിയ മോണ്ടിസോറിക്ക് മനസ്സിലായി കുട്ടികളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവർ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ എത്രത്തോളം ഒരു ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റഡ് ആണ്, എത്ര വട്ടം ചെയ്താൽ അവർ സാറ്റിസ്ഫൈഡ് ആവും എന്നതും എങ്ങനത്തെ മെറ്റീരിയൽസ് ആണ് അവർക്ക് ഇഷ്ടം എന്നൊക്കെ മനസ്സിലാക്കിയ മറിയ മോണ്ടിസോറി ഷീ സ്റ്റാർട്ടഡ് ഹെർ ഫസ്റ്റ് സ്കൂൾ ഇൻ നോൺ ആസ് ടെസ ഡി ബാംബിനി. ആ ഫസ്റ്റ് സ്കൂളിൽ മറിയ മോണ്ടിസോറി സ്റ്റാർട്ട് ചെയ്തിരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ബേസിക്കലി വുഡൻ ബ്ലോക്സ്. അങ്ങനെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോടെ ചെയ്ത ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഫസ്റ്റ് സ്കൂളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന മോണ്ടിസോറി അപ്പാരറ്റസ് എല്ലാം ഉണ്ടായിരുന്നോ? നോ. ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അന്ന് മറിയ ഡിസൈൻ ചെയ്ത് വളരെ ഫ്യൂ അപ്പാരറ്റസ് വെച്ചിട്ടാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ലേറ്റർ ഓൺ ഷീ സ്റ്റാർട്ടഡ് ഡിസ്കവറിംഗ് ഓൾ ദീസ് ഫ്രം ദറ്റ് സ്കൂൾ ഇറ്റ് സെൽഫ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സൈലൻസ് അല്ലെങ്കിൽ മോണ്ടിസോറി റാക്സ്, കുട്ടികൾ തന്നെ ഒരു മെറ്റീരിയൽസ് എടുക്കുക, തിരിച്ചു കൊണ്ടുപോയി വെക്കുക, ഈ ആക്ടിവിറ്റീസ് എല്ലാം മറിയ മോണ്ടിസോറി ആ സ്കൂളിൽ കുട്ടികളിൽ നിന്ന് ഡിസ്കവർ ചെയ്ത് എടുത്ത സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരിക്കലും കുട്ടികൾക്ക് ബോറിംഗ് അല്ലാത്തത്. ബിക്കോസ് ദ മോണ്ടിസോറി സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ഫ്രം ഇൻസൈഡ് ഓഫ് ദ ചൈൽഡ്. ഒരു കുട്ടി എങ്ങനെ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മറിയ മോണ്ടിസോറി കൊണ്ടുവന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെയാണ് മോണ്ടിസോറി സിസ്റ്റത്തിന് കുട്ടികളിൽ ഇത്രയും ഇൻട്രസ്റ്റ്. നൗ ടാക്കിംഗ് അബൌട്ട് മറിയ മോണ്ടിസോറി മെറ്റീരിയൽസ്. നമ്മൾ അല്ലേ, ഈ സിസ്റ്റം തന്നെ ബേസ് ചെയ്തിരിക്കുന്നത് മറിയ മോണ്ടിസോറി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അപ്പാരറ്റസിന് ബേസ് ചെയ്തതാണ് അല്ലെ. See, based on Maria Montessori system, we have 5 sections of practicals. EPL, sensorial, arithmetic, language and culture. എന്നിങ്ങനെ 5 സെക്ഷൻ ആയിട്ടാണ് മറിയ മോണ്ടിസോറി സിസ്റ്റത്തിന് പ്രാക്ടിക്കൽസിന് വേണ്ടി തിരിച്ചിരിക്കുന്നത്. EPL എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, EPL എന്ന് പറയുമ്പോൾ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. ഇതിനാണ് നമ്മൾ EPL എന്ന് പറയുന്നത്. ഈ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ലൈക്ക് ഷൂ പോളിഷിംഗ് അല്ലെങ്കിൽ ബട്ടണിങ് ഓഫ് ദ ഡ്രസ് അറേഞ്ച് ചെയ്ത് വെക്കുക, എങ്ങനെയാണ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ട്രേ ഹോൾഡ് ചെയ്ത് പോവുക. സോ അങ്ങനെ ഒരു ബേസിക് ഡിസിപ്ലിൻ അല്ലേ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 2.5 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടി സ്വന്തമായി ഡ്രസ് ചെയ്യുക, ഷൂ ലേസ് തന്നെ ടൈ ചെയ്യുക, എടുത്ത സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോയി വയ്ക്കുക, ഇതൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്ത് നോക്കാൻ പറ്റിയ കാര്യങ്ങളാണോ? സോ ഇത്തരത്തിലുള്ള ബേസിക് ഡിസിപ്ലിൻ പഠിക്കുന്ന പ്രാക്ടിക്കൽ സെക്ഷൻ ആണ് EPL അഥവാ എക്സസൈസ് ഓഫ് പ്രാക്ടിക്കൽ ലൈഫ്. ആൻഡ് സെൻസോറിയൽ ഇസ് വേ ആസ് ദ സെൻസസ് വിൽ ഗെറ്റ് ഡെവലപ്പ്. ടച്ച്, ഹിയർ, സ്മെൽ, ടേസ്റ്റ്, ഫീൽ എന്ന് ഈ പറയുന്ന സെൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത കുറെ മെറ്റീരിയൽസ് ആണ് സെൻസോറിയൽ പ്രാക്ടിക്കൽ സെക്ഷനിൽ വരുന്നത്. ആൻഡ് അരിത്തമെറ്റിക് ഈസ് ഓഫ് കോഴ്സ് അബൌട്ട് മാത്തമെറ്റിക്സ്. ലാംഗ്വേജ് ഈസ് സെക്ഷൻ ഡെവലപ്മെന്റ് ദ ലാംഗ്വേജ്. കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഫോണിക് സിസ്റ്റത്തിനെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ള മെറ്റീരിയൽസ് ആണ് ലാംഗ്വേജസിൽ വരുന്നത്.
and culturally is about their social development. അവർക്ക് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മിങ്കിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൾച്ചറൽ സെക്ഷനിൽ ഡീൽ ചെയ്യുന്നത്. Did you know that some famous people had a Montessori education? People like Google's founders Larry Page and Sergey Brin, Amazon's Jeff Bezos, even the famous chef Julia Child went to Montessori schools. But the Montessori method is not just for a school. You can use it at home too. Parents can explore, make choices, and learn new things at their own pace. Whether at school or at home, the Montessori method helps children grow into curious, independent, and joyful learners. Remember, her life teaches us that learning can be fun and exciting, both at school and at home. Conclusion. I would like to conclude my topic with some principles of Montessori education. Respect for the children, respect for the child has observant mind, freedom of movement and choice, prepared order environment, intrinsic motivation, peer learning, sensitive periods, individualized learning. Thank you, ma'am, and thank you, my dear friends, for listening me, and I am grateful for the opportunity to discuss with you. Thank you, ma'am. Thank you all. നന്നായിക്കോട്ടെ ശ്രുതി, നന്നായിട്ട് എടുത്തു കേട്ടോ. Thank you, ma'am. Thank you. നെക്സ്റ്റ് ആരാണ്? എന്നോട് പറഞ്ഞ അശ്വതി. ഓക്കെ. Good morning, ma'am. Good morning, friends. Today I would like to share something about Maria Montessori. Maria Montessori was Italian physician and educator, renowned for developing the Montessori method of education, which is based on children's natural learning ability. She was one of Italian first female physician, opening her first school, the Casa di Bambini Children's House in Rome, 1907. Her work emphasized child learning in prepared environment, and her philosophy has since inspired school globals. കുട്ടികളുടെ സ്വാഭാവിക പഠന കഴിവുകളെ അടിസ്ഥാനമാക്കിയുള്ള മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രശസ്തയായ ഒരു ഇറ്റാലിയൻ ഫിസിഷ്യനും അധ്യാപികയുമായിരുന്നു മരിയ മോണ്ടിസോറി. ഇറ്റലിയിലെ ആദ്യത്തെ വനിതാ ഫിസിഷ്യന്മാരിൽ ഒരാളായിരുന്നു അവർ. 1907 റോമിൽ അവരുടെ ആദ്യ സ്കൂളായ കാസഡി ബാബനി ആരംഭിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയ അന്തരീക്ഷത്തിൽ കുട്ടികൾ നയിക്കുന്ന പഠനത്തിന് ഊന്നൽ നൽകി. അതിനുശേഷം അവരുടെ തത്വചിന്ത ലോകമെമ്പാടുമുള്ള സ്കൂളുകളെ പ്രചോദിപ്പിച്ചു. ഏർലി ലൈഫ് ആൻഡ് കരിയർ. ആദ്യകാല ജീവിതവും കരിയറും. Born in Chiravali, Italian in 1870, she pursued education against social norms, first studying engineering before switching to medicine at the University of Rome. She graduated in 1896, becoming one of the first women to earn a medical doctor in Italy. After the medical work, she focused on child development, leading her to develop her education theory. 1870 ഇറ്റലിയിലെ ചിറാവാലയിൽ ജനിച്ച അവർ സാമൂഹിക മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വിദ്യാഭ്യാസം നേടി. ആദ്യ റോമൻ സർവകലാശാലയിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിലേക്ക് മാറുന്നതിന് മുമ്പ് എഞ്ചിനീയറിംഗ് പഠിച്ചു. 1896 ബിരുദം നേടിയ അവർ ഇറ്റലിയിലെ മെഡിക്കൽ ഡോക്ടറേറ്റ് നേടിയ ആദ്യ സ്ത്രീകളിൽ ഒരാളായി. വൈദ്യശാസ്ത്ര പ്രവർത്തനത്തിനു ശേഷം അവർ കുട്ടിയുടെ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇത് അവരുടെ വിദ്യാഭ്യാസ സിദ്ധാന്തം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചു. The Montessori method. The method is based on the belief that children learn best through hands-on, self-directed activities in an environment that is prepared for their developmental needs. It emphasizes a child-centered approach where teachers act as facilitators, guiding children at their own pace. Key principles including respecting the child's sensitive periods in development and fostering independence and a love of learning. കുട്ടികൾ അവരുടെ വികസന ആവശ്യങ്ങൾക്കായി തയ്യാറാക്കിയ ഒരു അന്തരീക്ഷത്തിൽ പ്രായോഗികവും സ്വയം നിയന്ത്രിതവുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഏറ്റവും നന്നായി പഠിക്കുന്നതെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ രീതി. അധ്യാപകർ സഹായകരായി പ്രവർത്തിക്കുന്ന
കുട്ടികളെ അവരുടെ സ്വന്തം വേഗതയിൽ നയിക്കുന്ന ഒരു ശിശു കേന്ദ്രീകൃത സമീപനത്തിന് ഇത് ഊന്നൽ നൽകുന്നു. കുട്ടിയെ ബഹുമാനിക്കുക, വികസനത്തിലെ സെൻസിറ്റീവ് കാലഘട്ടങ്ങൾ, സ്വാതന്ത്ര്യവും പഠനത്തോടുള്ള സ്നേഹവും വളർത്തുക എന്നിവയാണ് പ്രധാന തത്വങ്ങൾ. ഗ്ലോബൽ ഇമ്പാക്ട്. ആഫ്റ്റർ ഓപ്പണിംഗ് ഹെർ ഫസ്റ്റ് സ്കൂൾ in 1907, Montessori continued to develop her methods and traveled widely, leading to the establishment of Montessori school across the world. In 1929, she founded the Association Montessori International (AMI) to preserve the integrity of her work. Her legacy continues today, with the method being implemented in thousands of schools across dozens of countries. 1977 തന്റെ ആദ്യത്തെ സ്കൂൾ തുറന്നതിന് ശേഷം മോണ്ടിസോറി തന്റെ രീതികൾ വികസിപ്പിക്കുന്നത് തുടരുകയും വ്യാപകമായി സഞ്ചരിക്കുകയും ചെയ്തു. ഇത് ലോകമെമ്പാടും മോണ്ടിസോറി സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. 1929 തന്റെ പ്രവർത്തനത്തിന്റെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്നതിനായി അവർ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ സ്ഥാപിച്ചു. അവരുടെ പാരമ്പര്യം ഇന്നും തുടരുന്നു. ഡൺ കണക്കിന് രാജ്യങ്ങളിലായി ആയിരക്കണക്കിന് സ്കൂളുകളിൽ ഈ രീതി നടപ്പിലാക്കുന്നു. കൺക്ലൂഷൻ. Maria Montessori says an interesting piece of work, freely chosen, which has an virtue of inducing concentration rather than feature, adds to the child energy and mental capacity as lead him to self-mastery. മരിയ മോണ്ടിസോറി പറയുന്നു, ക്ഷീണത്തിന് പകരം ഏകാഗ്രത ഉളവാക്കുന്ന സ്വതന്ത്രമായി തിരഞ്ഞെടുത്ത ഒരു രസകരമായ രീതി കുട്ടിയുടെ ഊർജവും മാനസിക ശേഷിയും വർദ്ധിപ്പിക്കുകയും അവനെ സ്വയം നിയന്ത്രണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു മാം ഫോർ ഗിവിംഗ് ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. ഓക്കെ മാം. സജ്ന. യെസ് മാം. Good morning all, I'm Sajna and I warm welcome to the seminar on Maria Montessori and her revolutionary approach to education. Today we will explore the life, work, legacy of Maria Montessori. She is an Italian physician, educator, innovator who transformed the way we think about learning and intellectual childhood development. 1870 ഓഗസ്റ്റ് 31 കേറോവൻ എന്നൊരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു മറിയ മോണ്ടിസോറിയുടെ ജനനം. അലസാൻഡ്രോ മോണ്ടിസോറിയുടെയും റെനിൽഡെ സ്റ്റോപ്പാനിയുടെയും ഏക മകളായിരുന്നു മറിയ മോണ്ടിസോറി. 1876 പബ്ലിക് എലമെന്ററി സ്കൂളിൽ പഠനം ആരംഭിക്കുകയും എഞ്ചിനീയർ ആവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. കുട്ടിക്കാലം മുതലേ എഞ്ചിനീയർ ആവാനായിരുന്നു മറിയ മോണ്ടിസോറിയുടെ ആഗ്രഹം. എന്നാൽ ഇതിനോട് പിതാവ് എതിർക്കുകയും ഇറ്റാലിയൻ ലേഡി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ചെറിയൊരു ടീച്ചർ ആവുക, അല്ലെങ്കിൽ കുട്ടികളെ നോക്കി ഹൗസ് ഹോൾഡ് ആയിട്ട് കഴിയുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു അന്ന് ഇറ്റാലിയൻ സ്ത്രീകളുടെ പേർക്കുണ്ടായിരുന്നത്. എതിർപ്പൊന്നും കാര്യമാക്കാതെ തന്നെ എഞ്ചിനീയറിംഗ് പഠനത്തിനായിട്ട് ശ്രമിച്ചു. റീജിയ സ്കോള ടെക്നിക്ക മൈക്കലഞ്ചലോ സ്കൂളിൽ പഠനം തുടർന്നുകൊണ്ടിരുന്നു. ശേഷം അവിടുത്തെ പഠനം എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്സും ലോൺലി ആയിട്ടുള്ള ഒരു പഠനമായിരുന്നു. പിന്നീട് റീജിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ ടെക്നോ ലിയോ ഡാവിഞ്ചി എന്ന അവിടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഫാദർ അതിന് പിന്നീടും ഓപ്പോസ് ചെയ്തു. പക്ഷേ മദർ മോണ്ടിസോറിയുടെ കൂടെ നിൽക്കുകയും മകൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്തു. റോം യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ആഫ്റ്റർ 2 വർഷത്തിന് ശേഷം എഞ്ചിനീയർ അല്ല തനിക്ക് ആവേണ്ടത്, ഡോക്ടർ ആവാനാണ് തൻ്റെ ഒരു പാഷൻ എന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ട് മെഡിക്കൽ പഠനം നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. വീണ്ടും ഫാദർ ഒപ്പോസ് ചെയ്തു. പക്ഷേ 22ാമത്തെ വയസ്സിൽ 1892 മെഡിക്കൽ പഠനത്തിനായി മെഡിക്കൽ പഠനം ആരംഭിച്ചു. ഇറ്റലിയിലെ മെഡിക്കൽ ഫീൽഡിലെ ഫസ്റ്റ് ലേഡി ആയിരുന്നു മറിയ മോണ്ടിസോറി. പിന്നെ ഇവിടെ പഠിക്കാൻ ചെന്നപ്പോൾ ഇവിടെയുള്ള ബോയ്സ് കളിയാക്കുകയും ശല്യം ചെയ്യുകയും ചെയ്തു. വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിരുന്നു അവിടുത്തെ പഠനം എന്ന് പറയുന്നത്. ടോയ്ലറ്റ് സൗകര്യമൊന്നും പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ
അവിടെ കെഡാവറൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഒറ്റക്ക് പരിശോധിക്കണം. ബോയ്സിന്റെ കൂടെ പഠിക്കാനോ പരിശോധിക്കാനോ സമ്മതിച്ചിരുന്നില്ല മറിയ മോണ്ടിസോറിയെ. 1896 ഇറ്റലിയിലെ ഫസ്റ്റ് ലേഡി ഡോക്ടറായിട്ട് ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് ഫസ്റ്റ് ലേഡി ഡോക്ടറായിട്ട് മറിയ മോണ്ടിസോറി മാറി. അതിനുശേഷം ബെർലിനിൽ സ്ത്രീ സമത്വ പ്രോഗ്രാമിലായിട്ട് പങ്കെടുത്തു. അവിടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രസംഗിച്ചു. തുല്യ ജോലിക്ക് തുല്യ വേതനം, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ സമത്വം വേണമെന്ന് പ്രസംഗിക്കുകയും അത് തൻ്റെ കോളേജ് ലൈഫിനെ ആസ്പദമാക്കിയിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രസംഗിക്കുകയും ചെയ്തു. ഇത് മീഡിയാസ് വളരെയധികം ഏറ്റെടുത്തു. അതുപോലെ സർജിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് ജോബ് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇറ്റലിയിലേക്ക് മടങ്ങി വന്നു. ഇറ്റലിയിലേക്ക് മടങ്ങി വന്നു. തൻ്റെ റൈറ്റിംഗ്സും പ്രസംഗവും തുടർന്നുകൊണ്ടിരുന്നു. റോമിലെ ദരിദ്രരായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രസംഗിക്കുകയും അവരുടെ സൗകര്യ ചികിത്സയ്ക്കായിട്ട് സർജിക്കൽ ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്തു. സ്ത്രീ സമത്വ പ്രോഗ്രാംസ് ഒക്കെ തുടർന്നുകൊണ്ടേയിരുന്നു. ഡോക്ടർ ആയതിന്റെ നെക്സ്റ്റ് ഇയർ ഇറ്റലിയിൽ നടന്ന ഒരു നാഷണൽ കോൺഗ്രസിൽ പങ്കെടുക്കുകയും അവിടെ പ്രസംഗിക്കുകയും ചെയ്തു. മാനസിക വളർച്ചയെത്താത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു അന്നത്തെ വിഷയം. അതായിരുന്നു മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന ആശയത്തിന്റെ തുടക്കം. ഈ പ്രസംഗം ഇറ്റലിയിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ തന്നെ വളരെയധികം ഇൻസ്പയറിംഗ് ആയി. പിന്നീട് മാനസിക വളർച്ചയെത്താത്ത കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ശ്രമം തുടങ്ങി. പിന്നെ താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഉള്ള കുട്ടികളിലായിരുന്നു ഒബ്സർവേഷൻ ആദ്യം നടത്തിയത്. അവിടെയുള്ള കുട്ടികൾക്ക് കെയറിങ്ങും ലവും ഒന്നും കിട്ടാത്ത കുട്ടികളായിരുന്നു. അവര് മരിയയുടെ റിസർച്ചിന്റെ ഭാഗമായിട്ട് വായിച്ച ബുക്കുകളിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ടും കേട്ടും തൊട്ടും ടച്ച് ചെയ്തും ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ നല്ല രീതിയിൽ പതിയുകയും അത് അവരുടെ ലേണിങ്ങും അതുപോലെ തന്നെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുമെന്ന് മനസ്സിലാക്കി. അങ്ങനെയെങ്കിൽ മാനസിക വളർച്ച എത്താത്ത കുട്ടികൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് മോണ്ടിസോറി മനസ്സിലാക്കി. 1899 റോമിലെ സ്പെഷ്യൽ സ്കൂളിലെ ഡയറക്ടറായിട്ട് മോണ്ടിസോറി നിയമിക്കുകയും 2 വർഷം അവിടെ തുടരുകയും ചെയ്തു. തുടർന്ന് ലണ്ടൻ, പാരീസ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പ്രസംഗിക്കുകയും പിന്നെ വനിതകൾക്ക് മാത്രമായിട്ടുള്ളൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. 1901 റോം യൂണിവേഴ്സിറ്റിയിൽ ടീച്ചിങ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കുകയും ചെയ്തു. ഇറ്റലിയിലെ കുട്ടികളുടെ പഠനരീതി വളരെയധികം ബുദ്ധിമുട്ടുള്ളായിരുന്നു. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ കോപ്പി ചെയ്യുക എന്നായിരുന്നു കുട്ടികളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. അവർക്ക് പഠിക്കാനും അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും പഠിക്കാനുമുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടെങ്കിൽ അവർ താനെ പഠിക്കുന്ന നാച്ചുറൽ ലേണിംഗ് അവിടെ നടക്കുമെന്ന് മോണ്ടിസോറിക്ക് മനസ്സിലായിരുന്നു. 34 വയസ്സിൽ 1904 റോം യൂണിവേഴ്സിറ്റിയിൽ സയൻസ് ആൻഡ് മെഡിസിൻ ടീച്ചിങ് ജോബ് മോണ്ടിസോറിക്ക് ലഭിക്കുകയും മോണ്ടിസോറി മെത്തേഡ് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. അതായത് ഫാക്ടറിയിൽ ജോലി ചെയ്യാനായിട്ട് ഗ്രാമങ്ങളിൽ നിന്ന് സിറ്റിയിലേക്ക് ആളുകൾ വന്നതിന്റെ കൂട്ടത്തിൽ അവരുടെ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ വളരെയധികം ഇവര് ജോലി ചെയ്യുന്ന പാരന്റ്സും ജോലി ചെയ്യുന്ന സമയങ്ങളിൽ കുട്ടികൾ അവിടെ ചുറ്റിപ്പറ്റി നടക്കുകയും ആ ഫാക്ടറി സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്ത് കണ്ടതോടെ ഈ ഫാക്ടറി ഓണേഴ്സ് ഒരു തീരുമാനം എടുത്തു. ഈ കുട്ടികളെ അടച്ചൊരു റൂമിലാക്കി അവരെ നോക്കാനായിട്ട് ഒരു ആയയെ നിയമിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. ശേഷം ഇത് മറിയ മോണ്ടിസോറി അറിയുകയും ആ ഒരു ദൗത്യം താൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇവിടെ നിന്നാണ് കസാഡെ ബാംബിനി എന്ന മോണ്ടിസോറിയുടെ ഫസ്റ്റ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മോണ്ടിസോറിയുടെ ഹെൽപ്പർ ആയിട്ടിരുന്ന ലൂസി ടെല്ലി എന്ന് പറയുന്ന ഒരു ഹെൽപ്പർ ആയിരുന്നു. അവിടുത്തെ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ബഹളമായിരുന്നു, തമ്മിൽ തല്ലുന്ന അതൊരു അഗ്രസീവ് ക്യാരക്ടേഴ്സ് ഉള്ള കുട്ടികളായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവരെ എങ്ങനെയെങ്കിലും അടക്കിയിരുത്തുക എന്ന് ആയിരുന്നു ആ ഒരു ഫസ്റ്റ്
ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ എങ്ങനെയെങ്കിലും ഒന്ന് അടുക്കിയിരുത്തുക എന്നായിരുന്നു ആദ്യത്തെ ഒരു ചാലഞ്ച് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഈ മോണ്ടിസോറി ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ക്ലാസ് റൂമിലേക്ക് വരികയും ഈ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്ത കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും ഈ കുഞ്ഞിനെ പോലെ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ആ കുട്ടികൾക്ക് അതിന് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് പെരുമാറണം തോന്നി. അത് ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറിയുടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആയിരുന്നു. അപ്പോൾ കുട്ടികൾ അത് സൈലന്റ് ആയിട്ട് ഇരിക്കുകയും ആ ഒരു ദൗത്യം ഫസ്റ്റ് സൈലന്റ് ആക്കി ഇരുത്തുക എന്നുള്ളൊരു ദൗത്യം ചാലഞ്ച് അവിടെ അവിടെ ചെയ്തു. പിന്നെ പിന്നീട് കുട്ടികളെ ഇതാണ് പിന്നീട് സൈലന്റ് ലേണിംഗ് ആയിട്ട് സൈലന്റ് ഗെയിം ആയിട്ട് മാറിയത്. പിന്നീട് വന്നത് അവരെ രണ്ടാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് അവരെങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കിയ മെറ്റീരിയൽ എന്ന് പറയുന്നത് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആയിരുന്നു. അതുപോലെ വുഡൻ ലെറ്റേഴ്സും ആണ് ഡിസൈൻ ചെയ്തത്. ആദ്യം കുട്ടികളെ ലെറ്റേഴ്സ് മനസ്സിൽ പതിപ്പിക്കുക, അത് പിന്നീട് അത് എഴുതുക, പിന്നീട് വായന, അങ്ങനെയായിരുന്നു മോണ്ടിസോറി കണ്ടെത്തിയ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ ബുക്ക് എടുത്തിട്ട് വായിക്കുന്നതിനേക്കാൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കുക, അത് വെച്ചിട്ട് അങ്ങനെ കൂട്ടിവെച്ച് വായിക്കുക, അതായത് കുട്ടികൾ കൂടുതലും താല്പര്യം കാണിച്ചിട്ടിരുന്നത്. പിന്നെ പാർക്ക് പോലുള്ള ഒരു സ്കൂൾ, അതായിരുന്നു മോണ്ടിസോറിയുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അത് കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും ഉറങ്ങാനും പറ്റുകയും വേണം. മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പഠിക്കാനും കളിക്കാനും പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കാനും അത് കറക്റ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. അത് അവർക്ക് എല്ലാ തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഈ മെറ്റീരിയൽസിൽ നിന്നും സാധിക്കും. 1910 അമേരിക്കയിലെ ഒരു മാഗസിനില് ഇത് ഈ കസാരെ ബാമിനെ കുറിച്ച് ഒരു പ്രസിദ്ധീകരണം വരികയും അവിടെ വളരെയധികം ഫേമസ് ആവുകയും ചെയ്തു. അമേരിക്കയിൽ അത് വളരെയധികം ഫേമസ് ആയി. 1911 ന്യൂയോർക്കില് ഫസ്റ്റ് മോണ്ടിസോറി സ്കൂള് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് പിന്നീട് 100-ലധികം സ്കൂളുകളായിട്ട് വളർന്നു. പിന്നീട് 1911 ഇറ്റലിയിലും സ്വിറ്റ്സർലാൻഡിലും ഗവൺമെന്റ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ നടപ്പിലാക്കി. 1919 ഇംഗ്ലണ്ടിൽ ഫസ്റ്റ് മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. 1923 മോണ്ടിസോറിക്ക് ദറം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിക്കുകയും ചെയ്തു. പിന്നെ പിന്റോ മുസോളിനി പോലെയുള്ള ഭരണാധികാരികൾ ഇത് ഈ മോണ്ടിസോറി സ്കൂളുകൾ സന്ദർശിക്കുകയും അവർക്ക് ഈ മുസോളിനിയുടെ ഭരണകാലത്ത് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിനായിട്ട് ഫണ്ട് നൽകുകയും പിന്തുണ നൽകുകയും ചെയ്തു. ഇറ്റലിയിലെ മുഴുവൻ സ്കൂളുകളുടെ ഒരു നേതൃത്വം ഈ മോണ്ടിസോറി ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് വേൾഡ് ഫേമസ് ആയ ഒരു എഡ്യൂക്കേഷണൽ മെത്തേഡ് തന്റെ ഭാഗത്തുണ്ടാണെന്ന് മുസോളിനിക്ക് മനസ്സിലായി. ഒരു ശക്തനായ ഭരണാധികാരി തന്റെ ഭാഗത്തുണ്ടാകുന്നത് മോണ്ടിസോറിക്കും ഗുണകരമാണെന്ന് മനസ്സിലാക്കി. അത് ശേഷം ഇവർ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു. 1934 ആഫ്രിക്കയിലെ ആക്രമിക്കാനായിട്ട് മുസോളിനി പദ്ധതി ഇടുകയും അപ്പോൾ ഈ ഫാസിസ്റ്റ് തത്വങ്ങൾ ഇറ്റലിയിലെ യുവ തലമുറക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി സ്കൂളിൽ കുട്ടികളെയും ഫാസിസ്റ്റ് തത്വങ്ങൾ പഠിപ്പിക്കണമെന്ന് മോണ്ടിസോറിയോട് ആവശ്യപ്പെടുകയും മോണ്ടിസോറി ഇത് നിരാകരിക്കുകയും ചെയ്തു. അതേ തുടർന്ന് അവർ തമ്മിൽ ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചു. അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് മാറി. പിന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇറ്റലിയിലെ മുഴുവൻ മോണ്ടിസോറി സ്കൂളുകളും അടച്ചുപൂട്ടേണ്ടതായിട്ട് വന്നു. പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിനെ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്പെയിനിലേക്ക് മാറി. അത് അവിടെയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഭരണം മാറിയതോടുകൂടി അവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ മരിയ മോണ്ടിസോറിയുടെ മകനായ മാരിയോ ആണ് മരിയ മോണ്ടിസോറിയുടെ സ്പീച്ചൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോക പ്രശസ്തമാക്കിയത്. സ്പെയിനിൽ 2 വർഷത്തിന് ശേഷം സ്പെയിനിൽ നിന്ന് ഹോളണ്ടിലേക്കും
അവിടെയും കുറച്ച് നാൾക്ക് ശേഷം നല്ല രീതിയിൽ സജീവമാക്കുകയും ചെയ്തു. പിന്നെ ഇന്ത്യയിലേക്ക് 1939 ഒക്ടോബറിലാണ് ചെന്നൈയിലാണ് വന്നിറങ്ങുന്നത്. ഇവർ വരുന്നതിന് മുൻപേ തന്നെ ഈ ഇന്ത്യയിലെ മോണ്ടിസോറി സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1940 വരെ ഇന്ത്യയിൽ അവർ സ്റ്റേ ചെയ്തു. ഇറ്റാലിയൻ നാഷണാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അവരോട് ഭയങ്കര ഒരു സംശയമായിരുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവരെ മാരിയോയെ ജയിലിൽ അടക്കുകയും മറിയ മോണ്ടിസോറിയെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്തു. 1940 ബർത്ത്ഡേ ഈ മറിയ മോണ്ടിസോറിയുടെ ബർത്ത്ഡേ ഈ വീട്ടുതടങ്കലിലായിരുന്നു. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷം അവരെ മോചിപ്പിച്ചു. പിന്നെ ഇന്ത്യയിലെ ഒരു 1000കണക്കിന് ട്രെയിനേഴ്സിന് ഈ മോണ്ടിസോറി ടീച്ചിങ് ട്രെയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടാണ് അവർ മടങ്ങിയത്. ഇന്ത്യൻ ലേഡീസിന്റെ ഡ്രസ്സിങ്ങിനോട് മോണ്ടിസോറിക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴൊക്കെ ഇന്ത്യൻ കൾച്ചറുമായിട്ടുള്ള ഡ്രസ്സിംഗ് ഒക്കെ ആയിരുന്നു അവർക്ക് ഇഷ്ടം. പിന്നീട് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഹോളണ്ടിലേക്ക് തിരിച്ചു പോയി. പിന്നീട് 1947 ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ശേഷം 1949 പാകിസ്ഥാനിലും തുടർന്ന് അയർലാൻഡ്, നോർവേ, സ്വീഡൻ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. പിന്നെ 1950 UN ഒരു സ്പീച്ച് നടത്തുകയും 1951 ഇറ്റലിയിലും പിന്നെ 1951 ലണ്ടൻ ഒരു മോണ്ടിസോറി കോൺഗ്രസ്സിൽ പ്രസംഗിക്കുകയും ചെയ്തു. ഇതായിരുന്നു അവരുടെ അവസാനത്തെ പൊതുപരിപാടി എന്ന് പറയുന്നത്. 1952 81ാമത്തെ വയസ്സിൽ ആംസ്റ്റർഡാമിൽ വെച്ചായിരുന്നു മറിയ മോണ്ടിസോറിയുടെ മരണം. That's all about this topic. It was a great exploring Maria Montessori and her life and work with you. Her dedication, child-centered education and innovative methods continues to inspire educators worldwide. എല്ലാവർക്കും നല്ലൊരു മോണ്ടിസോറിയെ പോലെയുള്ള ഒരു എഡ്യൂക്കേറ്റർ ആവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നന്നായിരുന്നു കേട്ടോ, ശരിക്കും നന്നായിരുന്നു. കാരണം ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് ശരിക്കും ആ ഒരു ടോപ്പിക്കിനെ മെയിൻ എയിം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ സെമിനാർ തന്നത്. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഏകദേശം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എടുത്തിട്ടുണ്ട് സഞ്ജന. നല്ല രീതിയിൽ എന്നാലും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട്, എന്നാലും കൂടുതലായിട്ട് അതിനെ കുറിച്ചിട്ട് കുറച്ചും കൂടി വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മാം. പിന്നെ പേടിക്കണ്ട, ഞാൻ ക്യാമറ ഓൺ ചെയ്യുമ്പോഴേക്കും പേടിച്ചിട്ട് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോകുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് വെക്കണേ. ഞാൻ എന്നെ കാണുമ്പോ എന്തിനാ പേടിക്കണേ? ഈ പേടി മാറാൻ വേണ്ടിട്ട് പൂർവ്വം ഓൺ ചെയ്യുന്നതാണ്. പേടി മാറട്ടെ. അല്ല, എന്റെ ക്യാമറ ഓൺ ചെയ്യുമ്പോഴാണ് സഞ്ജന വേഗം ഇതായി പോണത്. എന്താ പറയാ, സഞ്ജന ബ്ലാങ്ക് ആയി പോണ പോലെ തോന്നണം എനിക്ക്. അതെ, വോയിസ് ഷിവറാവുന്നുണ്ട്. അന്നേരം ഞാൻ തമ്പിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പേടിച്ചിട്ട് ആ ഒരു ഫീൽ. ആ പേടി മാറ്റി വെച്ച സെറ്റാണ്. ശ്രുതി പറഞ്ഞപ്പോൾ അശ്വതി പറഞ്ഞപ്പോൾ അവർക്കൊക്കെ പേടി മാറി. സജന എനിക്ക് തോന്നണ ആദ്യമായിട്ടാണ് സെമിനാർ എടുക്കണേ. അല്ല കുറെ എടുത്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും വീണ്ടും എടുക്ക്, പ്രാക്ടീസ് ചെയ്യും. അപ്പൊ പിന്നെ മാറിക്കോളൂ കേട്ടോ, അത് ഓട്ടോമാറ്റിക്കലി മാറും കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ കയറുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ലേ, അതാണ്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മാറും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നിഷ കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അല്ല, ടെൻഷനൊന്നും ഇല്ലാതെ ഇല്ലേ? ഒരുപാട് ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾ മാറ്റില്ല കേട്ടോ. നമ്മളുടെ ഇടയിൽ എങ്ങനെ പ്രസന്റ് ചെയ്താലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത് കേട്ടോ. Good morning, ma'am. Good morning, all. I am Misha Prasad, going to conduct a seminar on the topic Dr. Maria Montessori. Maria Tecla Artemisia Montessori was an Italian physician and educator, best known for her philosophy of education and her writing on scientific pedagogy.
At an early age, Montessori enrolled in classes at an all-boys technical school with hopes of becoming an engineer. She soon had a change of heart and began medical school at the Sapienza University of Rome, becoming one of the first women to attend medical school in Italy. She graduated with honor in 1896. Her educational method is in use globally in many public and private schools. Casade Bambini. Accordingly, the schoolroom was equipped with child-sized furnishing practical life activities such as sweeping and washing tables and teaching materials that Montessori had developed herself. Children were given the freedom to choose and carry out their own activities at their own pace and following their own inclinations. In this condition, Montessori made a number of observations which became the foundation of her work. First, she observed great concentration in the children and spontaneous repetition of chosen activities. She also observed a strong tendency in the children to order their own environment, straightening tables and shelves, and ordering materials. As children choose some activities over others, Montessori refined these materials she offered to them. Over time, the children began to exhibit what she called spontaneous discipline. Further development and Montessori education today. Montessori continued to develop her pedagogy and her model of human development as she expanded her work and extended it to older children. She saw human behavior as guided by universal, innate characteristics in human physiology, which her son and collaborator Mario M. Montessori Sir identified as human tendencies in 1957. In addition, she observed your distinct period or planes in human development, extending from birth to 6 years, from 6 to 12, from 12 to 18, and from 18 to 24. She saw different characteristics, learning modes, and developmental imperative active in each of these planes, and called for educational approaches specific to each period. Over the course of her lifetime, Montessori developed pedagogy, pedagogical method and materials for the first two planes, from birth to age 12, and wrote and lectured about the third and fourth planes. She created over 4,000 Montessori classrooms across the world, and her books were translated into many different languages for the training of new educators. Her methods are installed in hundreds of public and private schools across the United States. Thank you, ma'am. Thank you all. ഓക്കെ ഇവിടെ നന്നായിരുന്നു കേട്ടോ. നസ്രിയ ആണോ? നസ്രിയ നസീറാണ്. നസീറിയാണോ? മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സോറി ഞാൻ ഉദ്ദേശിക്കുന്നത് നസ്രിയ എന്നാണ്. സോറി കേട്ടോ. ഓക്കെ ചെയ്യാണേ പ്രസന്റ് ചെയ്തോ കേട്ടോ. Okay. Good morning all. Today I am going to present a seminar on the Dr. Maria Montessori, the great educator who revolutionized early childhood education with her unique idea and methods. Early life of Dr. Maria Montessori. Dr. Maria Montessori was born on August 31 in 1870 in Chiravelle, Italy. She was an intelligent and determined child who showed great interest in science and mathematics from an early age. At a time when very few women studied science,
She broke barriers and joined medical school. ബാല്യകാലം മുതൽ തന്നെ അവർക്ക് പഠനത്തിലും ശാസ്ത്രത്തിലും പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ശാസ്ത്ര പഠനം വളരെ അപൂർവമായിരുന്നതും ആയിരുന്നു. ആ സമയത്തും അവർ ധൈര്യപൂർവ്വം മെഡിക്കൽ പഠനത്തിലേക്ക് മടങ്ങി വന്നു. Education and career. Maria Montessori became the first woman doctor in Italy in 1896. While working as a physician, she came across many children with learning difficulties. She became deeply interested in their education and started observing how children learn naturally through exploration and hands-on experience. പിന്നീട് മോണ്ടിസോറി കണ്ടിന്യൂ ചെയ്തോടെ. ഒരു മിനിറ്റ്. ഓക്കെ. വിദ്യാഭ്യാസവും തൊഴിലും. 1896 മറിയ മോണ്ടിസോറി ഇറ്റലിയുടെ ആദ്യ വനിതാ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടുള്ള കുട്ടികളുമായിട്ട് പ്രവർത്തിച്ചു. അവർക്ക് പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ സ്വാഭാവികവും പരിസരവുമായി ഇടപഴകുന്നതും കൂടുതൽ പഠിക്കുവാനും അവർ കണ്ടെത്തി. അങ്ങനെ കുട്ടികളിലേക്ക് അതിന്റെ മോണ്ടിസോറി മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങി. ഡെവലപ്മെന്റ് ഓഫ് മോണ്ടിസോറി മെത്തേഡ്സ്. Her observation and experiment led to the creation of Montessori method of education in 1907. She opened her first school, Casa di Bambini, or Children's House, in Rome. Her method emphasized freedom, independence, and respect for a child natural psychological development. She believed that every child has an inner desire to learn and grow. വിദ്യാഭ്യാസവും തൊഴിലും. മോണ്ടിസോറി മെത്തേഡിന്റെ ഡെവലപ്മെന്റ്. ഈ നിരീക്ഷണങ്ങൾക്കൊടുവിൽ അവർ വികസിപ്പിച്ച പ്രശസ്തമായ മോണ്ടിസോറി പഠനമാണ് 1907 അവർ റോമിൽ ആദ്യത്തെ കസാഡി ബാബിനി, അതായത് കുട്ടികളുടെ ഭവന എന്ന സ്കൂൾ ആരംഭിച്ചു. ഈ രീതി കുട്ടികളുടെ സ്വാതന്ത്ര്യവും സ്വയം പഠനവും സ്വാഭാവിക വളർച്ച എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒന്നായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ കുറച്ച് തത്വങ്ങളാണ് അടുത്തത്. ഫസ്റ്റ്, ലേണിംഗ് ത്രൂ സെൽഫ് ഡയറക്റ്റഡ് ആക്ടിവിറ്റി, അതായത് കുട്ടികളുടെ സ്വയം പ്രവർത്തനത്തിലൂടെയുള്ള പഠനം. കുട്ടികൾ സ്വയം കണ്ടെത്തി അവരുടെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവർ ചെയ്യുന്ന പഠനത്തെ കുറിച്ചായിരുന്നു ഫസ്റ്റുള്ള പ്രിൻസിപ്പിള്. പിന്നെ രണ്ടാമത്തത് യൂസ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മെറ്റീരിയൽ, അതായത് പ്രത്യേക ഉപകരണങ്ങൾ, മെറ്റീരിയൽസ് അവർക്ക് പ്രത്യേകമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും അത് ഉപയോഗിച്ചുള്ള അവരുടെ പഠന രീതിയുമായിരുന്നു. മൂന്നാമത് ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽ ലേണിംഗ് പീസ്, വ്യക്തിഗത വേഗത അനുസരിച്ചുള്ള പഠനം. 4, ക്രിയേറ്റിംഗ് എ പ്രിപ്പയർ എൻവിറോൺമെന്റ് ദാറ്റ് എൻകറേജ് എക്സ്പ്ലോറേഷൻ, തയ്യാറാക്കിയ പഠന പരിസരം, അവർക്ക് അനുയോജ്യമായ പരിസരം തയ്യാറാക്കിയിട്ട് അതിൽ ആയിരുന്നു അവരുടെ പഠന രീതി. ടീച്ചേഴ്സ് ആക്ട് ആസ് എ ഗൈഡ്, നോട്ട് ട്രഡീഷണൽ ഇൻസ്ട്രക്ടർ, അധ്യാപകൻ ഒരു മാർഗദർശിനി എന്ന നിലയിലായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഒരിക്കലും ഒരു ഇൻസ്ട്രക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല. കുട്ടികളെ അറിഞ്ഞ് അവരുടെ ഇതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നായിരുന്നു മോണ്ടിസോറിയുടെ തത്വം. ലേറ്റർ ലൈഫ് ആൻഡ് അച്ചീവ്മെന്റ്. Dr. Maria Montessori ideas spread all over the world. She gave lecture in many countries and established a training center for teachers. She was nominated 3 times for the Nobel Peace Prize for her contribution to education and humanity. Maria Montessori passed away on May 6, 1952 in the Netherlands, leaving behind a lasting legacy.
പിന്നീട് ജീവിതവും നേട്ടങ്ങളും മോണ്ടിസോറി രീതി ലോകമെമ്പാടും വ്യാപിക്കുകയും അവർ പല രാജ്യങ്ങളിൽ പ്രഭാഷണത്തിനും അധ്യാപക പരിശീലനത്തിനും പരിപാടികളും നടത്തി അവരുടെ ഈ മെത്തേഡ് എല്ലാ ഇതിലും വ്യാപിപ്പിക്കുകയും പിന്നെ നോബൽ സമാധാന പുരസ്കാരത്തിന് 3 തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ മറിയ മോണ്ടിസോറി 1952 മെയ് 6 നെതർലാൻഡിൽ അന്തരിച്ചു. കൺക്ലൂഷൻ. Dr. Maria Montessori's life was a true example of dedication, courage, and innovation. Her educational method continues to inspire teachers, parents, and children across the world. Let us remember her not only as a great teacher, but as a visionary who believed that education is the key to peace and progress. ഡോക്ടർ മറിയ മോണ്ടിസോറി ജീവിത സമർപ്പണത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മാതൃകയാണ്. അവരുടെ ആശയങ്ങൾ ഇന്ന് ലോകമെമ്പാടുള്ള അധ്യാപകരെയും രക്ഷിതാക്കളെയും കുട്ടികളെയും പ്രചോദിപ്പിക്കുന്നു. വിദ്യാഭ്യാസം മനുഷ്യ സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിയിക്കുന്ന ഒരു ശക്തിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. താങ്ക് യു. Good morning, Mom. Good morning to all. Today I am going to present a seminar on the life and contribution of Dr. Maria Montessori. Dr. Maria Montessori ലോകപ്രശസ്തയായ ഇറ്റാലിയൻ വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞയാണ്. കുട്ടികളുടെ സ്വാഭാവികമായ വളർച്ചയെ ആധാരമാക്കി വികസിപ്പിച്ച പഠനരീതി മോണ്ടിസോറി മെത്തേഡ് ലോകമെമ്പാടും ടുഡേ ഫോളോഡ് ആണ്. Early life. Maria Montessori was born on August 31, 1870 in Cairalle, Italy. അവരുടെ മാതാപിതാക്കൾ അലസാൻഡ്രോ മോണ്ടിസോറിയും റെനി സ്റ്റോപ്പാനിയും ആയിരുന്നു. ബാല്യത്തിൽ തന്നെ അവർ ക്യൂരിയോസിറ്റിയും ഒബ്സർവേഷൻ പവറും കാണിച്ചു. ആദ്യം സയൻസ്, പിന്നീട് മെഡിസിൻ പഠിക്കാൻ തീരുമാനിച്ചു. എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ കരിയർ. വിദ്യാഭ്യാസവും മെഡിക്കൽ ജീവിതവും. ഷീ ബിക്കെയിം ദ ഫസ്റ്റ് വുമൺ ഡോക്ടർ ഇൻ ഇറ്റലി ഇൻ 1896. ഇത് ആ കാലഘട്ടത്തിൽ വലിയൊരു നേട്ടമായിരുന്നു. കാരണം ആ സമയത്ത് സ്ത്രീകൾക്ക് മെഡിക്കൽ പഠനം സാധാരണമായിരുന്നില്ല. അവൾ മെന്റലി ചലഞ്ചഡ് ആയ കുട്ടികളുമായി പ്രവർത്തിച്ചു തുടങ്ങുകയും അവരെ പഠിപ്പിക്കാൻ പുതിയ രീതികൾ പരീക്ഷിക്കുകയും ചെയ്തു. ബിഗിനിങ് ഓഫ് മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി രീതി രൂപം കൊണ്ടുവന്ന് പറഞ്ഞത് 1907 അവർ സ്ഥാപിച്ച കാസ ഡൈ ബാമ്പിനി ആണ് മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന്റെ തുടക്കം. അവർ ഇവിടെ ശ്രദ്ധിച്ചത് കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ സെൽഫ് ലേണിംഗ് വഴി വളരും എന്നതാണ്. അതിൽ നിന്നാണ് ഹെൽപ്പ് മീ ടു ഡു ഇറ്റ് മൈസെൽഫ് എന്ന മോണ്ടിസോറി പ്രിൻസിപ്പിൾ ജനിച്ചത്. ഫിലോസഫി ആൻഡ് കീ പ്രിൻസിപ്പിൾസ്. മോണ്ടിസോറിയുടെ തത്വങ്ങൾ എന്ന് പറയുന്നത് ഫ്രീഡം വിത്ത് ഡിസിപ്ലിൻ, ലേണിംഗ് ത്രൂ സെൻസസ്, സെൽഫ് എഡ്യൂക്കേഷൻ, ഇൻഡിവിജ്വൽ പേസ് ഓഫ് ലേണിംഗ്, പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, റെസ്പെക്ട് ഫോർ ദ ചൈൽഡ്. ഈ അടിസ്ഥാന തത്വങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള മോണ്ടിസോറി സ്കൂളുകൾ പിന്തുടരുന്നു. ലേറ്റർ ലൈഫ് ആൻഡ് വേൾഡ് റിക്കോഗ്നീഷൻ. ലോക പ്രശസ്തയും ജീവിതാന്ത്യവും. ഡോക്ടർ മോണ്ടിസോറി ട്രാവൽ ടു മെനി കൺട്രീസ്, ഇന്ത്യ, സ്പെയിൻ, നെതർലാൻഡ്, ഇംഗ്ലണ്ട്, എക്സെട്ര. 1939 അവർ ഇന്ത്യയിൽ എത്തിയപ്പോൾ ടാഗോർ, ഗാന്ധി തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടു. ഇന്ത്യയിൽ അവർ ചെന്നൈ, കൊടൈക്കനാൽ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മോണ്ടിസോറി ട്രെയിനിങ് സെന്ററുകൾ ആരംഭിച്ചു. അവരുടെ ജീവിതം മുഴുവൻ കുട്ടികളുടെ അവകാശങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി സമർപ്പിച്ചു. ഷീ പാസ്ഡ് അവേ ഇൻ 1952, the age of 81 in Netherlands. Conclusion. Dr. Maria Montessori was not only a teacher but a visionary who changed the way the world looked at education. അവരുടെ വിദ്യാഭ്യാസ തത്വങ്ങൾ ഇന്നും റിലവൻ്റ് ആണ്. കുട്ടികളുടെ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും വളർത്തുന്ന ഒരു ലേണിംഗ് സിസ്റ്റമായി. താങ്ക് യു ഫോർ എവരിവൺ. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു മാം. Then അഫീല മാം. ഓക്കെ, പേരിനെ എപ്പോഴും മാറ്റിയല്ലേ പറയുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. പിൻ ചെയ്തിട്ടുണ്ട്. Good morning everyone. I am Afila. Today I am going to talk about Dr. Maria Montessori, a great educator and the founder of the Montessori method of education. Early life. Maria Montessori was born on August 37, 1817 in Italy.
She was the first woman in Italy to become a medical doctor. While working with children, she observed that they learn best through activity and experience. മറിയ മോണ്ടിസോറി 1870 ആഗസ്റ്റ് 31 ഇറ്റലിയിലാണ് ജനിച്ചത്. ഇറ്റലിയിലെ ആദ്യ വനിതാ ഡോക്ടർ ആയിരുന്നു അവർ. കുട്ടികളുമായി പ്രവർത്തിക്കുമ്പോൾ അവർ പ്രവർത്തനം മുഖാന്തിരിതമായാണ് ഏറ്റവും നല്ല പഠനം നടക്കുന്നതെന്ന് കണ്ടെത്തി. മോണ്ടിസോറി philosophy. Maria Montessori believed that every child has inner power and a natural desire to learn. Education should help the child grow independently. The teacher should be a guide, not a boss. ഓരോ കുട്ടിയിലും സ്വാഭാവികമായ പഠനശക്തിയും ആഗ്രഹവും ഉണ്ടെന്നാണ് മോണ്ടിസോറി വിശ്വസിച്ചത്. വിദ്യാഭ്യാസം കുട്ടിയെ സ്വതന്ത്രമായി വളരാൻ സഹായിക്കേണ്ടതാണ്. അധ്യാപകയുടെ പങ്ക് ഗൈഡ് എന്ന നിലയിലാണ്, മേധാവി അല്ല. മെയിൻ പ്രിൻസിപ്പൽ 1. Child centered learning. Focus on the child's interest and the pace. കുട്ടിയുടെ താല്പര്യത്തിനും വേഗതത്തിനും അനുസരിച്ച് പഠനം. Prepared environment. Clean, beautiful and purposeful classroom. സജ്ജമായ വൃത്തിയിലുള്ള മനോഹരമായ പഠന പരിസരം. Freedom with discipline. Freedom within limits. നിയന്ത്രണത്തിനുള്ളിലെ സ്വതന്ത്രം. Auto education. Learning by doing. സ്വയം പ്രവർത്തിച്ചുകൊണ്ട് പഠനം. Observation. Teacher observation, not interfere. അധ്യാപിക കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. Sensitive period. Best time for learning certain skills. ചില കഴിവുകൾ പഠിക്കാൻ അനുയോജ്യമായ കാലഘട്ടം. Importance concept. Absorbent mind. From birth to 6 years, the child absorbs knowledge easily like a sponge. Sensitive period. Specific time when children are most ready to learn language, order, movement, etc. Prepared environment. An environment that encourages curiosity and self-learning. Role of teacher. The teacher is a guide who supports the child's independence and the curiosity. Montessori materials. Some important Montessori materials are pink tower, brown stair, sandpaper letters, number board, movable alphabets. Montessori's contribution. Maria Montessori changed the old style of teaching. She gave importance to self-learning, observation, and respect for each child. Her method is now used in a school all over the world. മറിയ മോണ്ടിസോറി പഴയ അധ്യാപിക രീതിയിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. സ്വയം പഠനം, നിരീക്ഷണം, ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തിന് ബഹുമാനം, ഇവയ്ക്കാണ് അവർ പ്രാധാന്യം നൽകിയത്. ഇന്ന് അവരുടെ രീതി ലോകമെമ്പാടും പ്രയോഗിക്കുന്നു. ഫേമസ് ക്വോട്ട്സ്. The greatest sign of success for a teacher is to be able to say, the children are now working as if I did not exist. ഒരു അധ്യാപികയുടെ ഏറ്റവും വലിയ വിജയം കുട്ടിയുടെ സ്വയം പ്രവർത്തിക്കുന്നതിലാണ്. നെക്സ്റ്റ്, the child is both a hope and the promise for mankind. കുട്ടി മനുഷ്യകുലത്തിനുള്ള പ്രതീക്ഷയും വാഗ്ദാനവുമാണ്. കൺക്ലൂഷൻ. Maria Montessori was great reformer in the field of education. Her method helps children become confident, independent, and responsible learners. We should follow her principle in our classrooms. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം കൊണ്ടുവന്ന മഹാനായ അധ്യാപികയായിരുന്നു മറിയ മോണ്ടിസോറി. അവരുടെ രീതി കുട്ടികളെ ആത്മവിശ്വാസമുള്ളതും സ്വതന്ത്രവുമായ പഠിതാക്കളായി വളർത്തുന്നു. അവരുടെ തത്വങ്ങൾ നമ്മുടെ ക്ലാസുകളിൽ പിന്തുടരേണ്ടതാണ്. താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു മാം. ഇനി രണ്ടുപേർ, ഒരാളും കൂടി ഉണ്ടല്ലേ? അപ്പോ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലായോ? മോണ്ടിസോറിനെ കുറിച്ച് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലായോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മോണ്ടിസോറി വർക്ക്സും അതേപോലെ തന്നെ എന്തെല്ലാം ഇവന്റ്സ് ആണ് മോണ്ടിസോറി ലൈഫിൽ ഇൻട്രോ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രസന്റ് ചെയ്തോട്ടെ.
ക്യാമറ ഓൺ ചെയ്ത് ആ മെറ്റീരിയൽ ഒന്ന് കാണിക്കാം കേട്ടാ. ഓക്കെ, ബാക്ക് ക്യാമറ ടോപ്പിലായിട്ട് ഇടാം. ടോപ്പിലാണ് ക്യാമറ ഓൺ ചെയ്തിട്ട് ടോപ്പില് ഏറ്റവും മുകളിലായിട്ട് ആ സ്പീക്കറിന് തൊട്ടിപ്പുറത്തായിട്ട് ലിങ്ക് ഒക്കെ വന്നിട്ടില്ലേ അതിനിട്ടായിട്ട്. എന്റെ എപ്പോഴും ശരിയാവണില്ല മിസ്സേ. അയ്യോ, തിരിച്ചു കാണിച്ചു തന്നാലും മതി. ഫോൺ എടുത്ത് തിരിച്ചു കാണിച്ചു തരാൻ പറ്റും. ആ പിങ്ക് ടവർ കണ്ടു കേട്ടോ. അവൻ ചെയ്ത് നോക്കാറുണ്ടോ പിങ്ക് ടവർ? അതെ, കൊച്ചെടുത്ത് എപ്പോഴും കളയും. ചെറുതാണ്. ശിശിച്ചോ, ശരി ശരി ശരി. ആരാണ് ജോമെട്രിക്കൽ സോളിഡ്സ് ചെയ്തിരിക്കണേ? ഷേപ്സ് ചാർട്ടാണ് ചെയ്തത്? ഓക്കെ, ചാർട്ടാണ് ചെയ്തത്. അല്ലല്ലോ, ഷേപ്സ് അല്ലേ? നന്നായിട്ടുണ്ടല്ലോ, നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ എല്ലാവരും മോണ്ടിസോറിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. സൈൻ ഔട്ട്. Okay. Once again, good morning, everyone. I am Shruti Suresh. Thank you, everyone, to joining us today. Thank you, ma'am, for joining with us today. And everyone who took the seminar today did well. I hope everyone will learn more about Maria Montessori. Thank you all. Have a good day. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.